Hi guys, welcome to the unedited raw video. ഇന്നൊരു വ്ലോഗ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കണത്. ബിക്കോസ് പ്രത്യേകിച്ചൊന്നുമില്ല ചെയ്യാൻ. സോ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് കുറച്ച് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളെ കാണിച്ചു തരാം എന്താ ഞാൻ ചെയ്യണേന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിപ്പം ഒരു സ്ഥലത്തേക്ക് പോവാണ്. പക്ഷെ അതിന് മുമ്പ് ഗ്രൂം ചെയ്യണം. ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഞാൻ ആ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ റെഡിയാവാൻ പോയപ്പോൾ ഞാൻ ഈ ഒരു സാധനം കാണുന്നേ. ഇത് കുൽസുവിൻ്റെ പൂടയാണ്. പക്ഷേ നിങ്ങളപ്പോൾ വിചാരിക്കും കുൽസു ഇവിടെ താമസിക്കണ പട്ടിക്കുട്ടിയാണോ? പക്ഷേ അല്ല, കുൽസു ഇവിടെ അല്ല. കുൽസു വേറെ വീട്ടിലാണ്. പക്ഷേ കുൽസുവിൻ്റെ പൂട ഇവിടെ വരെ എത്തും. അങ്ങനെ കുൽസുവിൻ്റെ പൂട എല്ലായിടത്തും ഉണ്ടാവും. ദൈവത്തിനെ പോലെയാണ്. തൂണിലും തുരുമ്പിലും കുൽസുവിൻ്റെ പൂട ഉണ്ടാവും. ഞാൻ കുൽസുവിനെയൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കണു ഇന്ന് പറ്റുവാണെങ്കിൽ. ലെറ്റ്സ് സീ. എൻ്റെ ഗെറ്റ് റെഡി ആയിരുന്നു ഇത്രയൊക്കെ ഉള്ളൂ. ലിപ്സ്റ്റിക് അല്ല, ഞാൻ ലിപ് ലൈനർ കൊണ്ട് വെറുതെ വരയ്ക്കുന്നേ ഉള്ളൂ. കാരണം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഏതാ? സ്വിസ് ബ്യൂട്ടി. എനിക്കാണ് എല്ലാ സ്കിൻ ടോണിലുള്ളവർക്കും നല്ലൊരു സാധനമാണെന്ന് തോന്നണം. കാരണം എൻ്റെ ഒരു ഡാർക്ക് സ്കിൻ ടോണാണല്ലോ. എനിക്കിത് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. കണ്ടോ? അപ്പോൾ ഇത് കുഴപ്പമില്ലാത്ത, പക്ഷെ വേർക്കണം. ഇതിട്ടോണ്ടല്ല വേർക്കണേ, വെറുതെ വേർക്കണം. അപ്പോൾ എൻ്റെ ഗ്രൂം കഴിഞ്ഞു. ഇനി ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എനിക്ക് ഇത് എവിടേക്കാണ് നോക്കണ്ടേ? ഇപ്പം ഞാൻ ഇങ്ങോട്ടാണോ നോക്കണ്ടേ, അതോ ഇങ്ങോട്ടാണോ നോക്കണ്ടേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എൻ്റെ റെഡി ആയി കഴിഞ്ഞു. ഇത്രയൊക്കെ ഞാൻ റെഡി ആവണുള്ളൂ. ഈ ഉച്ചയ്ക്ക് ഇപ്പം സമയം എത്ര മണിയാണെന്ന് പറയുമോ? 12:15 അപ്പോൾ ഞാൻ ഈ 12:15 ഭയങ്കര റെഡി ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം വേർത്തൊഴുകി ചീഞ്ഞ് അളിഞ്ഞു പോവും. ചീഞ്ഞളിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രേ റെഡി ആവുന്നുള്ളൂ. അപ്പോൾ ഇപ്പം ഞാനൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്. ആ അത്യാവശ്യം ഞാൻ അവിടെ എത്തിയിട്ട് എനിക്ക് ഔട്ട്ഡോറിലൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ അറിയില്ല. ചിലപ്പോൾ വീഡിയോ ദൃശ്യവിസ്മയം മാത്രമേ നിങ്ങൾ കാണുള്ളൂ. എൻ്റെ സംസാരമൊന്നും കേൾക്കില്ല, കാരണം ഔട്ട്ഡോർ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബായ്. ഞാനിപ്പോൾ ഒരു കർച്ചീഫ് എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് കോൾഡ് പിടിച്ചിട്ടുണ്ട്. പിന്നെ വേർക്കുമ്പോൾ തുടയ്ക്കുകയും ചെയ്യാമല്ലോ. അതായത് ഓരോ വെടിക്കാറുണ്ട് പക്ഷി. അതായത് അപ്പോൾ രണ്ട് കാര്യത്തിനും വേണ്ടിയിട്ട് ഞാൻ ഓരോ ടഫൽ കർച്ചീഫ് എടുക്കുന്നുണ്ട്. അത് എടുത്ത് ബാഗിലേക്ക് എടുത്ത് വയ്ക്കാം. ഞാനപ്പോൾ ഏത് ബാഗ് കൊണ്ടുപോകുന്നു ആലോചിക്കുകയാണ്. ഇപ്പോൾ ഒരു സാധനം മേടിക്കാനാണ് പോണേ. അപ്പോൾ ആ സാധനം ഇട്ടിട്ട് വരാൻ പറ്റിയത് ഈ ബാഗാണ്. അതുകൊണ്ട് ഞാൻ ഈ ബാഗ് എടുക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വാട്ട്സ് ഇൻ മൈ ബാഗിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി. ഒരു സാറ്റിൻ തലയിൽ കൂടി ഇടണം, മറ്റേ ആ സാറ്റിൻ ക്യാപ്പ്, പിന്നെ ഒരു സ്കാർഫ് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ വേറൊരു ക്യാപ്പ്, സാദാ ക്യാപ്പ്. ഇതിപ്പോൾ ഞാൻ വെക്കുന്നില്ല, മുടിച്ചിട്ടേപ്പോൾ. പിന്നെ വേറെ തലയിൽ ഇങ്ങനെ വെക്കുന്ന ഒരു ബാൻഡ്. ഇത്ര സാധനം, കുറേ ഹെഡ് ആക്സസറീസാണ് എൻ്റെ ബാഗിലുണ്ടായിരുന്നത്. പിന്നെ ഒരു കണ്ണടയുണ്ട്. ഇത് എൻ്റെ സ്വന്തം കണ്ണടയല്ല. ഇത് ഞാൻ എൻ്റെ മദർ ഇൻ ലോയ്ക്ക് ഒരു വർഷത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. എന്നിട്ട് ഞാനത് പതുക്കെ അങ്ങോട്ട് എടുത്തു ഉപയോഗിക്കാൻ. എന്നിട്ട് ഞാൻ തിരിച്ചു കൊടുക്കും. ബൈ. അപ്പോൾ ഇത് ഞാൻ തിരിച്ചു കൊടുക്കുന്ന ഒരു കണ്ണടയാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഇത് വെക്കുന്നുണ്ട്. കാരണം ഭയങ്കര വെയിലാണല്ലോ. അപ്പോൾ വെയിലായതുകൊണ്ട് ഞാൻ ഈ കണ്ണടയൊക്കെ വെച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗിലുള്ളൂ. എനിക്ക് കുറച്ച് മണിയും കൂടി കൊണ്ടുപോകണമല്ലോ സാധനം മേടിക്കാൻ. മണി എവിടെ കിട്ടും? അയ്യോ,
മണി എവിടെ കിട്ടും എന്ന് ഞാൻ നോക്കട്ടെ. വേറെ ഏതോ ഒരു ബാഗിലാണ് എൻ്റെ മണി പേഴ്സ് ഉള്ളത്. അധികം മണിയൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാലറ്റ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല കാരണം കുറേ സാധനങ്ങളുണ്ട്. നൺ ഓഫ് ഇപ്പോഴത്തെ ബിസിനസ്, അതുകൊണ്ട് അത് ഇപ്പം കാണിക്കുന്നില്ല. പിന്നെ ഒരു 10 റുപ്പി ഒരു ചേഞ്ച് എടുത്തിട്ടുണ്ട്, വല്ല ആവശ്യം വന്നാലോ, എന്തെങ്കിലും ആവശ്യം വന്നാലോ, അപ്പോൾ അതും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദാറ്റ് സ്ഥലം. എവിടെയാണെന്ന് ഞാൻ വേണമെങ്കിൽ ഇപ്പോഴേ പറയാം, കാരണം അവിടെ എത്തുമ്പോൾ ഞാനിതൊന്നും മിണ്ടില്ല, കാരണം നിങ്ങളെ ഞാനത് കാണിക്കുമെന്ന് പറയില്ല. ഞാനിപ്പോൾ പോണ ഒരു പെറ്റ് ഹോസ്പിറ്റലിലേക്കാണ്. ഫെലിക്കൻ എന്ന് പറയുന്ന ഒരു പെറ്റ് ഹോസ്പിറ്റലിൽ ഒരു ചങ്ങല മേടിക്കാൻ പോവുകയാണ്. എനിക്കല്ല, എൻ്റെ പട്ടിക്കുട്ടി, ഞാൻ കുൽസൂൻ്റെ കാര്യം പറഞ്ഞില്ലേ, കുൽസൂന് വേണ്ടിയിട്ട് ഒരു ചങ്ങല മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ഞാൻ അവിടെ എത്തുമ്പോൾ അധികമൊന്നും മിണ്ടില്ല, അധികമല്ല, ഞാൻ ഒട്ടും മിണ്ടില്ലായിരിക്കും, കാരണം ഞാൻ കുറച്ച് ഷൈയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഊറ്റഡ് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇത് കണ്ടോ, ഈ സാധനം ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഇത് എങ്ങനെയിട്ടൊന്ന് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, കമൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കറിയാം ഇത് നല്ല രസമുണ്ട്, നല്ല ക്യൂട്ട് സാധനമാണ്. ഇത് ട്യൂലിപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഒരു മുട്ട ഷേപ്പായിപ്പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ, എൻ്റെ ബാഗിലല്ലേ, ഐ ഡോണ്ട് കെയർ. അതുകൊണ്ട് നമുക്ക് നേരെ പോവാം. ഓക്കെ, ബൈ, സീ യു ദേർ ഇൻ ഫെലിക്കൻ. അപ്പോൾ ഇത് കിട്ടിയില്ല മീൻസ് ഏത് ചങ്ങല എടുക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം മേടിച്ചില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്ന് ചോദിച്ചിട്ട് മേടിക്കാന്ന് വെച്ചാൽ വേർത്തൊഴുകുവാണ്. വെയിലത്ത് പോയിട്ട് തളർന്നു, ക്ഷീണിച്ചു. അപ്പോൾ ഇനി എന്തെങ്കിലും ഗായണം, അതിന് വേണ്ടിയിട്ട് പോവാണ് ഞാൻ. ചോർ. അപ്പോൾ നമ്മൾക്ക് അടുക്കളയിലേക്കുള്ളൊരു പ്രയാണം തുടങ്ങാം. ഇവിടെയൊക്കെ ലൈറ്റ് എടുത്തേ. അപ്പോൾ പ്ലേറ്റ് എടുത്തു. വെള്ളം ഇരിക്കണം എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഇവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ടേക്കണ തുണിയാണ്. അപ്പോൾ പ്ലേറ്റ് വെള്ളം തുടച്ചു. ഇനി കുറച്ച് ചോറ് എടുക്കാം. എനിക്കിപ്പോൾ തുമ്മൽ വരും. പോയി ലിറ്റിൽ ബിറ്റ് ചോറ് എടുത്താൽ മതിയല്ലോ. എത്ര വേണ്ട, അത് മതി. ചോറ്. വാവ്. ആൻഡ് നമുക്കിന്ന് ഇവിടെ ഫ്രയംസ് ഉണ്ട്, അതായത് ഫിംഗേഴ്സ് എന്ന് വേണമെങ്കിൽ പണ്ടൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ ഇതിൻ്റെ ശരിക്കും പേര് ഫ്രയംസ് എന്നാണ്. അപ്പോൾ ഇതുണ്ട്, ഇതൊരു നല്ല സാധനമാണ്. ഓക്കെ, ആൻഡ് വി ഹാവ് 2 ഫിഷ് ഫ്രൈസ്. അപ്പോൾ ഞാൻ 2 ഫിഷ് ഫ്രൈ എനിക്കിങ്ങനെ ഒരു എണ്ണമുണ്ട്, ആ എണ്ണത്തിലാണ് ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ 2 ഫിഷ് ഫ്രൈസ്. കമോൺ. പിന്നെ ഈ ഫിഷിൻ്റെ കുറച്ച് പൊടികൾ കിട്ടും, അത് നല്ല യമ്മിയാണ്. അപ്പോൾ കുറച്ച് ഫിഷ് ഫ്രൈഡ് പൊടി. അയ്യോ പോയോ. യെസ്, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ചോറ് എടുത്തു. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് പോവാം. പ്രയാണം സ്റ്റാർട്ട് ചെയ്യാം ടു ഡൈനിങ് ടേബിൾ. വേറെ കറിയൊന്നും എനിക്ക് വേണ്ട, ചോറ് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ പിന്നെ ഞാൻ കഴിച്ചിട്ട് വരാം. കഴിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം സമാധാനമായിട്ട് കഴിക്കണമല്ലോ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്, അതായത് എൻ്റെ ഹസ്ബൻഡ് കാ ഘറിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയാണ് കുൽസു ഉള്ളത്. അപ്പോൾ അവൾക്കൊരു മരുന്ന് എനിക്ക് അവിടെ കൊണ്ട് കൊടുക്കാനുണ്ട്.
അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് അവളെയും കൂടി ഒന്ന് കാണിച്ച് ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യും. കാരണം മടുത്തു, കാരണം എനിക്ക് പനി പിടിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതൊന്നും കൂടി ഒന്ന് കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ഫുൾ റെസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ അവളെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ വീട്ടിലെത്തി. പക്ഷേ ഇവിടെ ആരും ഇല്ല, എല്ലാവരും കടയിലാന്ന് തോന്നുന്നു. ഇവിടെ ഒറ്റയ്ക്കാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുച്ചിടാ എന്താണ് കുൽഷിര എന്താണ് മമ്മ? ശിങ്കിരി മമ്മി എന്താണ് ഒറ്റയ്ക്ക് ഇരിക്കുവാന്നോ? ആണോ? അതിനെ അവിടെ കൊണ്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.